സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് യാത്ര തിരിച്ചു. രാവിലെ കൊച്ചിയിൽ നിന്നാണ് അദ്ദേഹം പുറപ്പെട്ടത്. മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും ദുബായിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ദുബായ്ക്ക് പുറമെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും റിയാസും വീണയും സന്ദർശനം നടത്തും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സ്റ്റെഫിൻ, സാധാരണഗതിയിൽ ഇപ്പോൾ സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും ഒരു അറിയിപ്പ് താൽക്കാലികമായി സ്വാഭാവികമായി ലഭിക്കാറുണ്ട് മാധ്യമപ്രവർത്തകർക്കൊക്കെ. ഇത്തവണ അതുണ്ടായിരുന്നോ? കേന്ദ്രാനുമതിയുമായി ബന്ധപ്പെട്ട താമസം നേരിട്ടോ? മധു, കേന്ദ്രത്തിന്റെ അനുമതി വാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രിയും ഭാര്യയും അതോടൊപ്പം തന്നെ കൊച്ചുമകനും ഇപ്പോൾ വിദേശത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര തിരിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും നേരത്തെ തന്നെ വിദേശത്തേക്ക് പോയിരുന്നു. ഇവർ സന്ദർശിക്കുന്നത് 12 വരെ ഇന്തോനേഷ്യയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12 മുതൽ 18 വരെ സിംഗപ്പൂരിലും 21 വരെ ഈ മാസം 21 വരെ UAEയും സന്ദർശിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം 21 അല്ലെങ്കിൽ 22 പുലർച്ചെയോ തിരിച്ചെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഔദ്യോഗികമല്ലെങ്കിൽ ഒരു സന്ദർശനമല്ലാത്തതുകൊണ്ട് തന്നെ തീർത്തും സ്വകാര്യമായ ഒരു സന്ദർശനം ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാർത്താക്കുറിപ്പോ വിവരങ്ങളോ ഒന്നും തന്നെ മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊന്നും തന്നെ നൽകിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ ഒരു യാത്രയായിരുന്നുവെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വാർത്താക്കുറിപ്പൊക്കെ നൽകാറുണ്ടായിരുന്നു. പക്ഷേ തീർത്തും ഇതൊരു സ്വകാര്യ സന്ദർശനം ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. കേന്ദ്രത്തിന്റെ അനുമതി വാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ ഈ വിദേശത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും UAEയിലുമാണ് സന്ദർശനം നടത്തുക. ശരി, മുഖ്യമന്ത്രി ദുബായിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ആരംഭിച്ചത്.